പ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 147 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 107 മുതൽ 110 വരെ 1 കൊരിന്ത്യർ 14 അധ്യായം. ഇതിൽ നിന്നായിരുന്നു ഇന്നലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരി ഉത്തരം റിവീൽ ചെയ്യാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം, എന്നിട്ട് കറക്റ്റ് ആൻസേഴ്സ് നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, യൗവനക്കാരെ ഒരു പ്രകൃതി പ്രതിഭാസത്തോട് ഉപമിച്ചിരിക്കുന്നു ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം മഞ്ഞ് എന്നുള്ളതാണ് കേട്ടോ. യുവാക്കളായ മഞ്ഞ് സങ്കീർത്തനങ്ങൾ 110 മൂന്നാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, രണ്ട് പദങ്ങളും അവയുടെ വിപരീത പദങ്ങളും ഒരു വാക്യത്തിലുണ്ട് ഏവ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം അനുഗ്രഹം, ശാപം, പ്രിയം, അപ്രിയം. സങ്കീർത്തനങ്ങൾ 109 17 വാക്യത്തിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു അധ്യായത്തിൽ ഒരു വാക്യം 4 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു, റെഫറൻസ് എഴുതുക. ഇതായിരുന്നു ചോദ്യം. ഉത്തരം സങ്കീർത്തനങ്ങൾ 107 8, 15, 21, 31 വാക്യങ്ങളിലാണ് ഒരേ വാക്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദവും നമ്മുടെ നാട്ടിലെ ഒരു പച്ചക്കറിയുടെ പേരും ഒരുപോലെ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം മത്തൻ എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 107 27 വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ശബ്ദ വ്യത്യാസം എന്ന വാക്കിന്റെ മറ്റൊരു പദം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം നാദഭേദം എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 14:7 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻസ് പറഞ്ഞു തരാം. സങ്കീർത്തനങ്ങൾ 111 മുതൽ 114 വരെ, അതുപോലെ 1 കൊരിന്ത്യർ 15 അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ എല്ലാവരും വായിച്ച് നന്നായിട്ട് പഠിച്ചോളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.